നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടെസ്റ്റ്നെറ്റ് എന്ന് പറയുന്നത് അരുഗാമി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ്നെറ്റിനെ കുറിച്ചാണ്. അരുഗാമി ടെസ്റ്റ്നെറ്റ് നമ്മുടെ മെറ്റാമാസ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് എന്താണ് ടെസ്റ്റ്നെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരാം. സാധാരണ നമ്മൾ എല്ലാ ടെസ്റ്റ്നെറ്റിനും ചെയ്യുന്ന പോലെ തന്നെ ഒരു സെറ്റപ്പാണ്. നമ്മൾ വാലറ്റ് കണക്ട് ചെയ്യുക. മെറ്റാമാസ്ക് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ട വാലറ്റ്. മെറ്റാമാസ്ക് യൂസ് ചെയ്തതിനു ശേഷം നമുക്ക് ഫോസറ്റ് വേണം. വേറെ വെളിയിൽ ഇതീരിയം ഒന്നും വേണ്ട. നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് ഫോസറ്റ് നമുക്ക് ഈ വെബ്സൈറ്റിൽ തന്നെ ഫോസറ്റ് കിട്ടുന്നതാണ്. വെബ്സൈറ്റ് കണ്ടാകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഫോസറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓണായി വരുന്നതാണ്. ഓട്ടോമാറ്റിക്കലി നെറ്റ്വർക്ക് സെലക്ട് ആക്കി എടുത്തോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടെസ്റ്റ് നെറ്റ് ഉണ്ടെങ്കിൽ ഓൾറെഡി ഇഫ് ദ നെറ്റ്വർക്ക് ഈസ് ഓൾറെഡി set to the testnet, there is a pop-up request to permission to the automatic network. അപ്പോൾ നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക്കലി മെറ്റാമാസ്ക് തന്നെ സെലക്ട് ആക്കി എടുത്തോളും വെബ്സൈറ്റ്. ക്ലിക്ക് ദി അസറ്റ് ആൻഡ് ഡിപ്പോസിറ്റ്. നമുക്ക് ഡിപ്പോസിറ്റ് USDT നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യണം. സോ നമുക്ക് USDT ഡിപ്പോസിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് അപ്രൂവൽ കൊടുക്കണം. നമുക്ക് അത്രയേ ഉള്ളൂ. നമുക്ക് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് വാലറ്റ് നമുക്ക് കണ്ടാക്കിടാം. വാലറ്റ് കണക്ട് ശേഷം നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കുന്ന ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യാം. വെബ്സൈറ്റിൽ കയറാം. വെബ്സൈറ്റ് നമുക്ക് ഓൾറെഡി ഞാൻ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ ട്വിറ്റർ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. ടെസ്റ്റ്നെറ്റിനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം ഫോളോ ഒന്ന് രണ്ട് ഇതൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്ത് നല്ലതായിരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിയർ പ്രോട്ടോകോൾ വെച്ചിട്ട് അവരുടെ ട്വിറ്റർ അക്കൗണ്ട് ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യാം. വാലറ്റ് കണക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് മെറ്റാമാസ്ക് നമുക്ക് കണക്ട് ആക്കാൻ പോകുന്നു. സോ വാലറ്റ് കണക്ട് ആക്കാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് പോപ്പപ്പ് ആയിരുന്നു. സ്വിച്ച് നെറ്റ്വർക്ക് ചോദിച്ചിട്ടുണ്ട്. സോ സ്വിച്ച് നെറ്റ്വർക്ക് കൊടുത്തിട്ടുണ്ട്. സെലക്ട് വാലറ്റ്. ഓക്കെ, സെലക്ട് വാലറ്റ് കൊടുത്തു. നമുക്ക് നെറ്റ്വർക്ക് സ്വിച്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. സോ കണക്ട് വാലറ്റ്. പ്ലീസ് സെലക്ട് വാലറ്റ് കണക്ട് ഡാപ്പ്. ഓക്കെ, സെലക്ടഡ് ആയി. We detect you switch to wallet network unknown to Aurora Testnet DAP. നമുക്ക് അറോറ ടെസ്റ്റ്നെറ്റിലോട്ട് പോകണം. സോ നമുക്ക് അറോറ ടെസ്റ്റ്നെറ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് ചെയിനിങ്ങിന്റെ അകത്ത് പോയി നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യാം. നമുക്ക് ഇതിനകത്തൊരു പോപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്ക് എന്നാ നോക്കാം. ഫസ്റ്റ് തന്നെ ഓക്കെ, അപ്രൂവൽ ആയിട്ടുണ്ട്. ഓക്കെ, അറോറ ടെസ്റ്റ്നെറ്റ് ഓൾറെഡി നമ്മുടെ വാലറ്റിന്റെ അകത്ത് വന്നു. സോ നമുക്കിനി ചെയിൻ ലിസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ചെയിൻ ലിസ്റ്റിന്റെ അകത്ത് നമുക്ക് ഈ ഓട്ടോമാറ്റിക്കലി പോപ്പപ്പ് ആയി വന്നില്ലെങ്കിൽ ചെയിൻ ലിസ്റ്റ് ജസ്റ്റ് കണക്ട് ആക്കിയതിനു ശേഷം അറോറ അടിച്ചു കൊടുത്താൽ നമ്മുടെ വാലറ്റ് നമുക്ക് കിട്ടുന്നതാണ്. സോ നമുക്ക് അറോറ വാലറ്റ് ഇവിടെ കിടപ്പുണ്ട്. അറോറ വാലറ്റിന്റെ ടെസ്റ്റ്നെറ്റും മെയിൻ നെറ്റും ഒക്കെ കിടപ്പുണ്ട്. ജസ്റ്റ് ആഡ് മെറ്റാമാസ്ക് കൊടുക്കണമെങ്കിൽ ഇതാക്കാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് ഇനി ഇതിന്റെ ചെയിൻ ലിസ്റ്റിന്റെ ആവശ്യമില്ല. സോ നമുക്ക് ചെയിൻ ലിസ്റ്റ് ക്ലോസ് ആക്കി വിടാം. മെറ്റാമാസ്കിന്റെ അതൊരു വീട്ടിൽ പോപ്പപ്പ് മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. നമുക്ക് എന്നാ നോക്കാം. നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാൻ കണ്ടു കൊടുത്തേക്കാം. ഓക്കെ, നമ്മുടെ മെറ്റാമാസ്കിന്റെ വാലറ്റിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. സോ നമ്മുടെ വാലറ്റ് കണക്ട് ആയി കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ടെസ്റ്റ്നെറ്റിന്റെ ഗൈഡിലോട്ട് പോവുക. ടെസ്റ്റ്നെറ്റിന്റെ ഗൈഡിലോട്ട് വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് കണക്ട് ദ വാലറ്റ് വെച്ചിട്ടുണ്ട്. അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. വാലറ്റ് കണക്ട് ചെയ്യാം. നമുക്ക് ഇനി ഫോസറ്റ് വേണം. ഫോസറ്റിന്റെ അകത്ത് നമുക്ക് ടോക്കൺസ് നമുക്ക് റിസീവ് ആണ്. സോ ഫോസറ്റിന്റെ അകത്തോട്ട് പോവാം. നമുക്കിവിടെ വാലറ്റ് കണക്ട് ആക്കി വെച്ചിരിക്കുന്നതിന്റെ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഫോസറ്റ് കണക്ട് ചെയ്യാം. സോ ഫോസറ്റ് ക്ലിക്ക് ചെയ്യുക. ഫോസറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോസറ്റ് അതുപോലെ ടോക്കൺ റിസീവ് ആകുന്നതാണ്. ഫോസറ്റ് ടോക്കൺ റിസീവ് ആകുന്നത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ നമുക്ക് നോട്ടിഫിക്കേഷൻ കൺഫേം ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് നോട്ടിഫിക്കേഷൻ നമ്മൾ കൺഫേം ചെയ്തു. നമുക്ക് ഈ ഫോസറ്റിന്റെ അകത്തുള്ള ടോക്കൺസ് നമുക്ക് റിസീവ് ആകുന്നുണ്ട്. നമുക്ക് നമ്മുടെ ടോക്കൺസ് റിസീവ് ആയതിനു ശേഷം നമുക്ക് നെറ്റ് ബാലൻസ് എന്നുള്ളതിന്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവൻ നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ അനേബിൾ ടു ടെസ്റ്റ് ഫണ്ട്സ്. സോ നമുക്ക് എന്താ റീസൺ നോക്കാം. നമുക്ക് ഫണ്ട് റിസീവ് ആയിട്ടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് USDC ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അടുത്ത് നോക്കുമ്പോൾ ഇല്ല, വാലറ്റ് ബാലൻസ് ചെയ്യാവുന്ന കാണുന്നില്ല. സോ നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്തതിനു ശേഷം നമുക്ക് ഒന്നൊരു വാലറ്റ് കണക്ട് ചെയ്യാം. വാലറ്റ് കണക്ട് ചെയ്തിട്ട് ഓൾറെഡി വാലറ്റ് കണക്റ്റഡ് ആണ്. നമുക്ക് ഫോസറ്റ് ഒന്നിനെ ക്ലിക്ക് ചെയ്യാം. സോ ഫോസറ്റ് ക്ലിക്ക് ചെയ്തു. നമ്മൾ വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുന്നു. മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിന്റെ അകത്തോട്ട് ഫോസറ്റ് ഫണ്ട് വരുന്നത് വരെ നിങ്ങൾ പരമാവധി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഏത് സമയത്ത് വേണം. ഇവിടെ വാലറ്റ് ബാലൻസ് കാണിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഫണ്ടിങ് ഡിപ്പോസിറ്റിന് അവിടെ ഒക്കെ പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മൈ വാലറ്റിന്റെ ബാലൻസിന്റെ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. സോ വീണ്ടും ട്രാൻസാക്ഷൻ ഫെയിൽ ആയി. നമുക്ക് നമ്മുടെ മെറ്റാമാസ്ക് നോക്കാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ. വാലറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. വാലറ്റിന്റെ അകത്ത് നമുക്ക് ഫണ്ട് സെറ്റ് ആയിട്ടില്ല. സോ നമുക്ക് ഒന്നുകൂടെ കണക്ട് ആക്കി ഞാൻ നോക്കിയിട്ട് ഫണ്ട് ഒന്ന് ആഡ് ചെയ്തിട്ട് വരാം. ഞാൻ ജസ്റ്റ് നിങ്ങൾ ഫോസറ്റിന്റെ അത് ഫണ്ട് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് ഫണ്ട് എങ്ങനെയൊന്ന് ആഡ് ചെയ്തിട്ട് ഞാൻ വരാം. ഞാൻ കൂടുതൽ വീഡിയോ ഇതാക്കുന്നില്ല. ഫണ്ട് ആക്കിയതിനു ശേഷം ഞാൻ വീഡിയോ എടുക്കും.
എനിക്ക് തന്നെ ഫണ്ട് റിസീവ് ആയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കൊടുത്ത ഇതിനകത്ത് എനിക്ക് ഫണ്ട് റിസീവ് ആയെന്ന് കാണിച്ചിട്ടുണ്ട്. സോ എനിക്ക് ഞാൻ എന്തായാലും ഇവിടെ എന്റെ ഫ്രണ്ട് മൈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷന്റെ അകത്ത് ഫണ്ട് റിസീവ് ആയതായിട്ട് കാണിക്കുന്നില്ലെങ്കിൽ പോലും, പക്ഷെ എന്റെ ഫോസറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അത് നമുക്കറിയാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് USDC എടുത്ത് നോക്കുമ്പോഴേക്കും മൈ വാലറ്റ് എന്ന് കാണുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും $2500 നമുക്ക് ഫോസറ്റ് നമുക്ക് USDT നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇനി നമുക്ക് പോകേണ്ടത് വെച്ചാൽ നമ്മുടെ ടെസ്റ്റ്നെറ്റിന്റെ പേജിലോട്ടാണ്. അത് നമുക്ക് USDT സെലക്ട് ചെയ്യണം. USDT സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഡിപ്പോസിറ്റ് നമുക്ക് സെലക്ട് ചെയ്യണം. ഡിപ്പോസിറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് അടുത്തതായിട്ട് കാണാൻ പറ്റും നമുക്കൊരു എമൗണ്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഒരു എമൗണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അത് അപ്രൂവൽ കൊടുക്കുക. അത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് വരാം. നമുക്കിനി USDC എടുക്കുക, ഡിപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. ഡിപ്പോസിറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കൊരു എമൗണ്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊരു $500 ഇട്ട് കൊടുക്കുക. അപ്രൂവൽ കൊടുക്കുക. ഫണ്ട് അപ്രൂവൽ കൊടുക്കുക. അപ്രൂവൽ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ മെറ്റാമാസ്ക് പോപ്പപ്പ് ആയി വരുന്നതാണ്. പോപ്പപ്പ് ആയി വന്നതിന് ശേഷം നമ്മൾ ഇത് എല്ലാ സ്റ്റെപ്പും സെയിം തന്നെയാണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന സെയിം സ്റ്റെപ്പാണ് ഇവിടെ നമ്മൾ കൺഫേം ചെയ്യുന്നത്. നമുക്ക് ഈ സ്റ്റെപ്പ് നമുക്ക് നമ്മുടെ USDC നമ്മൾ അപ്രൂവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി അടുത്ത ഓപ്ഷൻ നമുക്ക് ഇനി ചെയ്ത് നോക്കേണ്ടതാണ്. നമുക്കിനി അടുത്ത് വിഡ്രോയോ ബോറോയോ റീപേ ഒക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ ഒരു എല്ലാ വെബ്സൈറ്റിന്റെയും യൂസ്ഫുൾ ടെസ്റ്റ്നെറ്റ് രീതിയൊക്കെ സെയിം തന്നെയാണ്. എല്ലാം സെയിം തന്നെയാണ്. പിന്നെ പരമാവധി ഇത് എയർ ഡ്രോപ്പ് പോലെ ടെലഗ്രാം എയർ ഡ്രോപ്പിൽ നമുക്ക് 100 ചെയ്താൽ 2 കിട്ടുമെങ്കിൽ ഇതൊരു 100 ചെയ്താൽ 10 കിട്ടുന്ന ഒരു രീതിയിലുള്ളതാണ് ഇതിന്റെ ഒക്കെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. എന്തുമാത്രം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യലി സപ്പോർട്ട് ആവുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ബട്ട് പരമാവധി ടെസ്റ്റ്നെറ്റുകളൊക്കെ യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടെ ഒരു മാർക്കറ്റ് ഡൗണിന്റെ സമയത്തൊക്കെ ഒരു അത്യാവശ്യ രീതിയിൽ നമുക്കൊരു എയർ ഡ്രോപ്പ് ഒക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ അത് വളരെ ഉപകാരപ്പെടുന്നതാണ്. സോ നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, അപ്രൂവൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഡിപ്പോസിറ്റ് ഇനി ചെയ്യാം. നമുക്കിനി ഡിപ്പോസിറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാം. ഡിപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് 500 ഡിപ്പോസിറ്റ് വരും. നമുക്ക് വന്നിട്ടുണ്ട്. ഗ്യാസ് ഫീ 0 ആണ്. കൺഫേം കൊടുക്കുക. നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത് നമുക്ക് നമ്മുടെ ഗൈഡിൽ പോയി നോക്കണം. നമുക്ക് ഫോസറ്റിന്റെ ഗൈഡിൽ പോയി നോക്കാം. നമുക്ക് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഡിപ്പോസിറ്റ് നമ്മൾ അപ്രൂവൽ USDC കൊടുത്തു, നമുക്ക് ഡിപ്പോസിറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ പിന്നെ കാണാം ഇനേബിൾ കൊളാട്രൽ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇനേബിൾ ചെയ്യണം. നമുക്ക് നമ്മുടെ സൈഡിലായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ഡിപ്പോസിറ്റ് കൊളാട്രൽ നമുക്ക് ഇനേബിൾ ചെയ്യണം. ഇനേബിൾ ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റ് എന്നുള്ള ഓപ്ഷനിലോട്ടാണ് പോകേണ്ടത്. മാർക്കറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയതിനു ശേഷം നമുക്ക് നിയർ ടോക്കൺ നമുക്ക് ബോറോ ചെയ്യണം. നമുക്ക് നിയർ ടോക്കൺ ബോറോ ചെയ്യാം. വെബ്സൈറ്റിലോട്ട് പോവാം. ഫണ്ട് ഡിപ്പോസിറ്റ് ആയിട്ടില്ല. ഡിപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് താരം കാണാൻ സാധിച്ചു. നമുക്ക് ഒന്നുകൂടി ഡിപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. നമ്മൾ അപ്രൂവൽ ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡിപ്പോസിറ്റ് ഓപ്ഷൻ കൊടുക്കാം. നമുക്ക് ബാക്കിലോട്ട് ഞാൻ പോകുന്നില്ല. സോ നമുക്ക് ഇനി ഇത് കൺഫേം ആയതിനു ശേഷം അതാണ് ഞാൻ ഇനി കാണിക്കുന്നുള്ളൂ. നമുക്ക് ഓൾറെഡി നമ്മുടെ ഓപ്ഷൻ നമുക്ക് മനസ്സിലായതാണ്. നമുക്ക് ഇനി കൊളാട്രൽ നമുക്ക് ആക്റ്റീവ് ആക്കണം. സോ നമുക്ക് നമ്മുടെ ഫണ്ടിന്റെ USDC നമുക്ക് ഡിപ്പോസിറ്റ് ആക്കാം. സോ അതിനുശേഷം നമുക്ക് ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ്. സോ നമ്മുടെ ഫണ്ട് എന്തായെന്ന് ഒരു ഐഡിയ ഇല്ല. നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഡിപ്പോസിറ്റ് ട്രാൻസാക്ഷൻ സബ്മിറ്റഡ് വെയിറ്റിംഗ് ഫോർ ദി കൺഫർമേഷൻ. നമുക്ക് വെയിറ്റ് ചെയ്യാം. കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഡിപ്പോസിറ്റ് സക്സസ്ഫുൾ. ഓക്കെ, അടിപൊളി. നമുക്ക് ഡിപ്പോസിറ്റ് ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനി നമുക്ക് കാണാൻ സാധിക്കുന്ന വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നോ ഡിപ്പോസിറ്റ് യെറ്റ്. എന്താ ഡിപ്പോസിറ്റ് ഒക്കെ സക്സസ്ഫുൾ ആയതാണ്. സോ നമുക്കൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. റീഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ കാണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ വരാറുണ്ട്. മൈ അക്കൗണ്ട് താഴെയായിട്ട് ഇവിടെയാണ്. ഓക്കെ, നമുക്ക് ഡിപ്പോസിറ്റ് വന്നിട്ടുണ്ട്. സോ നമുക്കിനി കൊളാട്രൽ നമുക്ക് ഓൺ ആക്കാം. നമുക്ക് കൊളാട്രൽ നമുക്ക് ഇനേബിൾ ഒക്കെ ആക്കിയിട്ടുണ്ട്. അത് ഇനേബിൾ ആക്കേണ്ട സ്ഥലം വെച്ചാൽ ഇവിടെയാണ്. കൊളാട്രൽ എന്ന് പറഞ്ഞാൽ മൗസ് പോയിന്റ് നോക്കുക. ഇവിടെ നമ്മൾ ഓപ്പൺ ആക്കുക. അതിനുശേഷം മെറ്റാമാസ്കിന്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. കൺഫേം ചെയ്ത് കൊടുക്കുക. കോഴ്സ് നമ്മുടെ കൊളാട്രൽ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഓപ്ഷനിൽ പോയിട്ട് കൊളാട്രൽ ഓൺ ആക്കിയിട്ടുണ്ട്. ഓൺ ആക്കിയതാണ്. പക്ഷെ എന്താണ് ഓൺ ആയി കിടക്കാത്തത് എനിക്കറിയില്ല. നമുക്കിനി മാർക്കറ്റ് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ അടുത്ത റീഫ്രഷോ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് സാധനം ഓക്കെ ആകുന്നതാണെന്നാണ് തോന്നുന്നത്. ഇനേബിൾ ആയിക്കൊണ്ടിരിക്കുക. ഇനേബിൾ കൊളാട്രൽ ട്രാൻസാക്ഷൻ കുറച്ച് ഡിലേ ഉണ്ട്. സോ നോക്കിയും കണ്ടും വേണം ചെയ്യാൻ. കുറച്ച് ഡിലേ ഉണ്ട്. സക്സസ്ഫുൾ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് സക്സസ്ഫുൾ ആയിട്ടില്ല. സോ നമുക്ക് സക്സസ്ഫുൾ ആകുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഇനി അടുത്ത ഓപ്ഷനിലോട്ട് പോകുന്നുള്ളൂ. കാരണം ഏതെങ്കിലും രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഓപ്ഷൻ ഒരു ഡിലേയോ എന്തെങ്കിലും ഒരു സ്റ്റക്കോ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തത് വെറുതെ ആയിപ്പോവും. പിന്നെ
ചില എനിക്ക് 2-3 ഇതിനകത്ത് എനിക്കൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. നമ്മുടെ സക്സസ്ഫുൾ ഇനേബിൾ കൊളാട്ടർ ഇനേബിൾ ആയിട്ടുണ്ട്. സോ നമുക്ക് ഇത് ഇനേബിൾ ആയ ശേഷം നമുക്ക് ഇനി മാർക്കറ്റ് ഓപ്ഷനിൽ പോവാം. മാർക്കറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സെയിം ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് ഇനി ഡബ്ല്യു നിയർ എന്ന് പറഞ്ഞ ടോക്കൺ നമുക്ക് ബോറോ ചെയ്യാം. നമുക്ക് ബോറോ ചെയ്യാനായിട്ട് നമുക്ക് ബോറോ ഓപ്ഷനിലോട്ട് വന്നു. നമുക്ക് ഒരു നമുക്ക് എത്ര ടോക്കൺസ് ബോറോ ചെയ്യാം? നമുക്ക് ഓൾറെഡി നമുക്ക് 500 ഉണ്ട്. നമുക്കൊരു ഒരു നമുക്ക് നമ്മുടെ ടെസ്റ്റ് ഗൈഡ് തന്നെ നോക്കാം, ട്യൂട്ടോറിയൽ നോക്കാം. നമുക്ക് ഏകദേശം ഒരു 400 കോയിൻ നമുക്ക് ബോറോ ചെയ്യാൻ സാധിക്കും. 400 നമുക്കൊരു 200 കോയിൻ നമുക്ക് ബോറോ ചെയ്യാം. സോ ഓക്കെ, 200 കോയിൻ ബോറോ ചെയ്യുക. ബോറോ ചെയ്തതിന് ശേഷം ഡബ്ല്യു നിയർ ബോറോ ചെയ്തു, ക്ലിക്ക് ബോറോ എന്ന് ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ബോറോ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യാനുള്ള, നമുക്ക് റീപേ ഉണ്ട്, നമുക്ക് 300. ഓക്കെ, നമുക്ക് റീപേ ചെയ്യാം, അപ്രൂവ് റീപേ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് വരാം. നമുക്കിനി ബോറോ ചെയ്യാം. നമുക്കൊരു 400 കോയിൻ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ബോറോ ടു ഹൈ, അത് ടു ഹൈ ആണ്. നമുക്കൊരു 300 ഇട്ട് കൊടുക്കാം. ബോറോ ടു ഹൈ നമുക്കൊരു 250 ഇട്ട് കൊടുക്കാം. ഓക്കെ, 250 നമുക്ക് ബോറോ ചെയ്യാൻ വേണ്ടി പോവാണ്. മാക്സിമം നമുക്ക് 30 പറ്റത്തുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് മാക്സിമം 30 പറ്റത്തുള്ളെങ്കിൽ നമുക്കൊരു ബോറോ ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് 30 ഇടാം. ഓക്കെ, 30 നമുക്ക് ബോറോ ചെയ്യാം. ഓക്കെ, 30 നമുക്ക് ബോറോ ചെയ്തു. നമുക്ക് ബോറോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. നമ്മൾ അപ്ലൈ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് കൺഫർമേഷൻ വരണം. കൺഫർമേഷൻ വന്നതിന് ശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് കൺഫർമേഷൻ വന്നിട്ടുണ്ട്, കൺഫേം ചെയ്ത് കൊടുത്തു. മെറ്റാമാസ്കിന്റെ കൺഫർമേഷൻ കൊടുത്തു. അതിനുശേഷം നമുക്ക് റീപേ ചെയ്യേണ്ടതാണ്. റീപേ ചെയ്യാൻ ഓക്കെ ബോറോ വന്നിട്ടുണ്ട്. സോ നമുക്ക് ബോറോ ഫണ്ട് ബോറോ ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ബോറോ കാണണമെങ്കിൽ നമുക്ക് ഈ ബോറോ എന്നുള്ള ഓപ്ഷനിൽ പോയാൽ നമുക്ക് ബോറോ കാണാൻ സാധിക്കും. അതിന്റെ ട്രാൻസാക്ഷന്റെ കൺഫർമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. സക്സസ്ഫുൾ 30 ഡബ്ല്യു നിയർ ടോക്കൺ നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്കൊന്ന് ബോറോ ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും റീപേ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് ട്യൂട്ടോറിന്റെ അകത്ത് പോവുകയാണെങ്കിൽ നമ്മൾ ബോറോ ചെയ്തു, നമുക്ക് ഇനി റീപേ എന്നുള്ള ഓപ്ഷൻ കാണിക്കണം. നമുക്ക് റീപേ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണിക്കാനായിട്ട് നമുക്ക് വീണ്ടും മാർക്കറ്റിൽ പോവുക. നമുക്ക് ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബോറോയ്ക്കകത്ത് നമുക്ക് റീപേ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. മൈ അക്കൗണ്ടിൽ വരിക. മൈ അക്കൗണ്ട് ഒന്ന് റീഫ്രഷ് ആയി വന്നോട്ടെ. സോ റീഫ്രഷ് ആയി വന്നതിന് ശേഷം നമുക്ക് ബോറോയിലേക്ക് പോകാം. റീപേ വന്നിട്ടുണ്ട്. സോ നമുക്ക് റീപേ വന്നതിന് കൊണ്ട് നമുക്ക് റീപേ വന്നിട്ടുണ്ട്. സോ നമുക്ക് റീപേ ആയിട്ട് നമുക്കൊരു 10 ടോക്കൺ നമുക്ക് റീപേ ചെയ്യാം. അപ്രൂവൽ നമുക്ക് റീപേ ചെയ്യാവുന്നതാണ്. സോ നമ്മൾ റീപേ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അതിന്റെ മെറ്റാമാസ്കിന്റെ കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റീപേ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൺഫർമേഷൻ വന്നിട്ടുണ്ട്. സോ നമുക്ക് കൺഫേം ചെയ്തതിന് ശേഷം റീപേ ചെയ്യാം. ഓക്കെ, കൺഫർമേഷന് കുറച്ച് സമയം വരും എടുക്കാൻ. മേ ബി ഒരു 30-40 സെക്കൻഡോളം എടുക്കുന്നുണ്ട് ഓരോ ട്രാൻസാക്ഷനും കംപ്ലീറ്റ് ആയി അതിന്റെ കൺഫർമേഷൻ വരാൻ വേണ്ടിയിട്ട് 30-40 സെക്കൻഡോളം അടുത്തെടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഇതൊരു മൊത്തം കൂടെ ചെയ്യാൻ എനിക്ക് തോന്നുന്നു 20-25 മിനിറ്റ് മാത്രം മതി. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക, ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ടെസ്റ്റ് നെറ്റിന്റെ അകത്തുള്ള പല കാര്യങ്ങളും ഡിപ്പോസിറ്റും ബോറോയും വിഡ്രോയും ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്ത് നോക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് നെറ്റാണ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്ത് അരിഗാമി എന്ന് പറഞ്ഞിട്ടുള്ള അരിഗാമിയോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വായിക്കാം ഈ ഒരു ടെസ്റ്റ് നെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് റീപേ കൊടുക്കാം. സോ റീപേ നമുക്ക് ക്ലിക്ക് ചെയ്യാം. നമുക്ക് റീപേ ക്ലിക്ക് ചെയ്തു. നമുക്ക് ഇനി ഒരു കൺഫർമേഷൻ കൂടെ മേ ബി വരാനുണ്ട്. സോ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺഫർമേഷനും കൂടെ നമുക്ക് കൊടുത്ത് കഴിയുമ്പോഴേക്കും നമുക്കുള്ള ടാസ്ക് തീർന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു ടാസ്ക് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റിൽ അവരുടെ ട്വിറ്റർ അക്കൗണ്ടിലൊക്കെ ഒന്ന് കയറി നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി വേറെ ഫോമോ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. അത് നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും. സോ നമുക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് റീപേ ചെയ്ത് കഴിഞ്ഞാൽ യു ഷുഡ് start your advance to Aurigami. Once you welcome you all from you productive feedback and suggest from. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഏകദേശം നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വിക്കം ആൻഡ് അരിഗാമിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇതിന്റെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതിന്റെ
ലിങ്ക്. സോ പിന്നെ അക്കൗണ്ടിൽ പോയി ബോറോ റീപേ യുവർ ലോൺ ആൻഡ് പേ ചെയ്യുക. നമ്മൾ ഓൾറെഡി ഒരു $500 ഇട്ടിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ടൊന്ന് അതിൽ നിന്ന് കുറച്ച് നമുക്ക് റിമൂവ് ചെയ്ത് വെച്ചേക്കായിരുന്നു. സോ നമുക്ക് സ്റ്റാറ്റസ് നോക്കാം. സ്റ്റാറ്റസിന് അത് USDC ആക്റ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഡിപ്പോസിറ്റ് നമുക്ക് വിഡ്രോയ്ക്കകത്ത് പോയിട്ട് നമുക്കൊരു 100 വിഡ്രോ ചെയ്യാം. ഓക്കെ, അതുകൂടെ ഒന്ന് ചെയ്ത് വെച്ചേക്കുക. കാരണം അത്യാവശ്യം എല്ലാ രീതിയിലുള്ള വർക്ക് നമ്മൾ ചെയ്തു നോക്കണം. കാരണം ഇതിനകത്ത് ഏത് രീതിയിലാണ് എവിടെയാണ് നമുക്ക് എമൗണ്ട് സക്സസ് ആവുന്നു ഫെയിൽ ആവുന്നു നമുക്ക് പറയാൻ സാധിക്കത്തില്ല. സോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ബട്ടൺസും ഒന്ന് യൂസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റീപേ ഒക്കെ ചെയ്ത് കുറച്ച് ഫണ്ട് ഈ ഉള്ള ഫണ്ട് വെച്ചിട്ട് ഇപ്പൊ കിട്ടുന്ന ഈ ഫ്രീ ഫണ്ട് പരമാവധി എടുക്കാതിരിക്കാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, പരമാവധി എടുക്കുക. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ മൈ അക്കൗണ്ടിൽ നമ്മൾ നെറ്റ് ബാലൻസ്, ഡിപ്പോസിറ്റഡ് ബാലൻസ്, ഫോർവേഡ് ബാലൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ. സോ നമുക്ക് ഇനി നമ്മുടെ ടെസ്റ്റ്നെറ്റിന്റെ യൂസ് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വിഡ്രോ ട്രാൻസാക്ഷൻ കൂടെ സബ്മിറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് 500 ഇട്ടത് അതിൽ നിന്ന് ഒരു 100 കൂടെ പോയി നമുക്ക് വിഡ്രോയും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും എല്ലാ സ്റ്റെപ്പും ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ്നെറ്റ് ആണ് അരിഗാമി. ഇതൊക്കെ ഒന്ന് എഴുതി വെക്കാൻ നോക്കുക മാർക്കറ്റിന്റെ അകത്ത്. പിന്നെ നമുക്ക് നമ്മുടെ BSC സ്കാൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ്നെറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള എയർ ഡ്രോപ്പ് ആണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിൾ ആണ്. സോ എന്തായാലും ഇതിന്റെ ഒരു റെസ്പോൺസ് കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ ടെസ്റ്റ്നെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.